ശരി, ഒന്നുമില്ല. ട്യൂബ് ടെസ്റ്റ് നമുക്ക് എന്താണെന്നറിയാം, യൂട്രസ് അറിയാം. അപ്പൊ ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് തന്നെ കാണിക്കാം. വരച്ചാലേ എനിക്കത് ശരിയാക്കും. യാ, അപ്പം ഇത് യൂട്രസ്, ഇത് വജൈന, ഇത് ട്യൂബ്സ്, ഇത് ഓവറി അല്ലേ. അപ്പം നമുക്ക് നോർമലി ഈ ഓവറിയിൽ നിന്ന് വരുന്ന ഫോളിക്കിള്, ആ ഫോളിക്കിള് റപ്ചറായി അതിൽ നിന്ന് വരുന്ന ഊസൈറ്റ് അല്ലെങ്കിൽ എഗ് അല്ലെങ്കിൽ അണ്ടം ട്യൂബ് വഴി കയറി ഇവിടെ എത്തും. ആ സമയത്ത് ബന്ധപ്പെടുമ്പോൾ ബീജം വജൈനയിൽ വീഴും. ഇതിൽ നിന്ന് അനങ്ങാൻ കഴിവുള്ള ബീജാണുക്കള് എത്തി ഈ അണ്ടവുമായിട്ട് ചേർന്ന് കുഞ്ഞായി ഈ കുഞ്ഞ് തിരിച്ച് ഗർഭപാത്രത്തിൽ വന്ന് വളരുന്നു. കുഞ്ഞായില്ലെങ്കിൽ ഒരു 14 ദിവസം കൂടെ കഴിയുമ്പോൾ പീരീഡ് ആവുന്നു. 14, 28 ദിവസം. ഇതാണ് നോർമലി സംഭവിക്കേണ്ടത്. എന്തു പറ്റും? പല കാരണങ്ങളാൽ. എന്തൊക്കെ കാരണങ്ങളാവാം? ചിലപ്പം ഒരു സർജറി കഴിഞ്ഞ ഒരാൾക്കായിരിക്കാം അല്ലേ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു സർജറി കഴിഞ്ഞ ഒരാൾക്കായിരിക്കാം, അല്ലെങ്കിൽ സർജറി പ്രോബ്ലം അല്ലെങ്കിൽ നമ്മളായിട്ട് വരുത്തിക്കുന്നത്. 2, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ഉള്ള ഒരാൾക്കായിരിക്കാം, അല്ലെങ്കിൽ TB വന്ന ഇൻഫെക്ഷൻസ്, പെൽവിക് ഇൻഫെക്ഷൻസ് ഒക്കെ ഗർഭപാത്രത്തിന് ചുറ്റും വരുന്നവർക്കായിരിക്കാം. ഇതൊന്നും അറിഞ്ഞൂടാത്ത തന്നെ കാരണങ്ങളാൽ, ഇഡിയോപ്പതി നമുക്ക് അറിഞ്ഞൂടാത്ത കാരണങ്ങളാൽ, ഇങ്ങനെ പല പല കാരണങ്ങളാൽ ഈ ട്യൂബെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം, തീരെ ചെറിയൊരു സംഭവമാണ്. ഒരു നിബിന്റെ അത്രയും ചെറിയുള്ളൊരു ഓട്ടയാണ് ഇതിലുള്ളത്. അത് വന്ന് എന്തെങ്കിലും കാരണത്താൽ ബ്ലോക്ക് ആവും. എൻഡോമെട്രിയോസിൽ എന്തോ പറ്റുന്നു, ഇത് ചിലപ്പോൾ ഇതിങ്ങനെയൊക്കെ വന്ന് ഈ ട്യൂബ് ചിലപ്പോൾ ഈ യൂട്രസുമായിട്ടൊക്കെ ഒട്ടിയിരിക്കുമായിരിക്കും. അപ്പം അപ്പോൾ ഈ ട്യൂബിന് ബ്ലോക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ എക്ടോപിക് പ്രഗ്നൻസി ആയിട്ടൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ട്യൂബിൽ പ്രഗ്നൻസി ഒക്കെ ആയിട്ട് മാറാം അല്ലേ. അപ്പം അതാണ് ട്യൂബൽ ഫാക്ടർ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പം എക്ടോപിക് പ്രഗ്നൻസി വരാം, കുട്ടികൾ ഉണ്ടാവാതിരിക്കാം. എക്ടോപിക് എന്ന് പറഞ്ഞാൽ ട്യൂബിൽ പ്രഗ്നന്റ് ആവുക അല്ലെ. എത്രയോ പേർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആവുന്നു. ലുബീന അങ്ങനെ പറയാതെ. ശരി, ഓക്കെ. അപ്പം അതാണ് നമ്മുടെ ട്യൂബൽ. ഞാൻ ഈ ക്ലാസ് പ്രധാനമായിട്ടും പറയാൻ വന്ന ട്യൂബൽ ടെസ്റ്റുകളെ കുറിച്ചാണ്. നമുക്ക് ട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ അറിയേണ്ടത്, സ്കാനിങ്ങിലൂടെ ട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. വെറും സ്കാൻ ചെയ്ത് വെറുതെ ചുമ്മാ സ്കാൻ ചെയ്ത് ട്യൂബ് കാണാൻ സാധിക്കില്ല. ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കില്ല. ട്യൂബിൽ വെള്ളക്കെട്ടുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ട്യൂബിൽ വെള്ളക്കെട്ടുണ്ട്, ഹൈഡ്രോസാൽപിൻസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നോർമൽ ഒരാൾക്ക് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും? എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്താ? ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാ നോക്കുന്ന? ഫസ്റ്റ് കാര്യം പറയൂ, ആ ടെസ്റ്റിന്റെ പേരെന്താ? പറയൂ, ടൈപ്പ് ചെയ്യൂ. ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റിന്റെ പേര് ട്യൂബോ? HST. വെരി ഗുഡ്. വെരി ഗുഡ്. HST, ഹിസ്റ്റോസാൽപിൻജോഗ്രാം എന്നാണ് പറയുന്നത്. അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആ ഗർഭാശയ അതാണ് ഇതിന്റെ ഒരു പെയിൻ വരുന്നത്. എവിടെ? ഗർഭാശയ മുഖത്തിന്റെ അങ്ങോട്ട് നമ്മളൊരു ചെറിയ ട്യൂബ് കടത്തി ആ ട്യൂബിലൂടെ നമ്മളൊരു ഡൈ പുഷ് ചെയ്യുമ്പം പുഷ് ചെയ്യുന്ന സമയത്താണ് പെയിൻ അല്ലേ. ഇത് കഴിഞ്ഞ് എത്രയോ പേർ കാണും ഈ ഗ്രൂപ്പിൽ. പുഷ് ചെയ്യുന്ന സമയത്തല്ല പെയിൻ. ആ ട്യൂബില് ഇത് പോയി ആ 2 ട്യൂബ് വഴി വന്ന് ആ പുറത്ത് പെരിട്ടോണിയത്തിന്റെ അകത്തോട്ട് വയറ്റിന്റെ ഉള്ളിലോട്ട് സ്പില്ല് ചെയ്യുന്ന സമയം എക്സ്റേ എടുക്കുന്നു. എക്സ്റേക്കകത്ത് നിന്ന് കാണാൻ സാധിക്കും. അപ്പൊ എക്സ്റേക്കകത്ത് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? ഈ ട്യൂബ് പേറ്റന്റ് ആണോ അതോ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അത് തന്നെയാണ് ട്യൂബ് ടെസ്റ്റ്. അല്ലെ, എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാത്തിനെയും കൂടെ. അപ്പം HST, SST ഇതെല്ലാം കൂടെ ചേർന്ന് ട്യൂബൽ പേറ്റൻസി ടെസ്റ്റുകൾ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഡൈ പുഷ് ചെയ്യുന്നു, നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നു. അതിലൂടെ ട്യൂബ് പേറ്റന്റ് ആണോ എന്ന് അറിയാൻ പറ്റും, വെള്ളക്കെട്ടുകൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും, എവിടെയാണ് ബ്ലോക്ക് എന്ന് ചെറിയൊരു ഐഡിയ കിട്ടും, യൂട്രസിന്റെ അകത്തുള്ള ഷേപ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഇതിൽ നിന്ന് അറിയാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം പെയിൻ ആണ് അല്ലേ. പെയിൻ ഒരു ട്യൂബ് ടെസ്റ്റ് കഴിഞ്ഞാൽ എത്രയോ പേര് കാണും പെയിൻ പറഞ്ഞാണ്. എൻ്റെ 3rd പ്രഗ്നൻസി
2-ാം മാസം സ്കാനിൽ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ഡിയാൻസ് ചെയ്ത് PCOD യൂട്രസ് ചെരിവുണ്ട്. അതാണോ ഹാർട്ട് ബീറ്റ് ആൻഡ് സാഗൊന്നും ഇല്ലാണ്ടാവുന്നത്? യൂട്രസിന് എത്ര ചെരിവുണ്ടെന്നുള്ളതൊക്കെ അത് കാരണമാണ്. റെക്കറന്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. വീണ്ടും വീണ്ടും അബോർഷനായി പോകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്, റോസ് ചോദിച്ചേക്കുന്നത്. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അബോർഷൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിക്കാമെങ്കിൽ ഇയാൾക്ക് കിട്ടും. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ശരി, അപ്പൊ എന്നതാ പറയാൻ പോകുന്നത്? ട്യൂബ്. രണ്ടാമത്തെ ഒരു ട്യൂബൽ ടെസ്റ്റുകളാണ് SSG, സോണോസാൽപിഞ്ചോഗ്രാം. ഓക്കെ, അപ്പൊ എന്താണ് സോണോസാൽപിഞ്ചോഗ്രാം? അത് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ട്യൂബൽ ടെസ്റ്റാണ് സോണോസാൽപിഞ്ചോഗ്രാം. ഓക്കെ, അത് ഞാൻ ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ സെൻട്രൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് എളുപ്പമാണ്, പെയിൻ തീരെ കുറവാണ്. നമ്മളൊരു ട്യൂബ് ഗർഭപാത്രത്തിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അതിൽ കൂടെ നമ്മൾ പുഷ് ചെയ്യും. ആ സമയം സ്കാൻ വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ വെള്ളം വന്ന് വീഴുന്നോ ഇല്ലയോ എന്നുള്ളത്. മനസ്സിലായില്ലേ? അതിനെയാണ് സോണോസാൽപിഞ്ചോഗ്രാം അല്ലെങ്കിൽ SSG എന്ന് പറയുന്നത്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ 1 മാസത്തിനുള്ളിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ കൊണ്ടുവരികയും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് ചെയ്യുമ്പോൾ പെയിൻ കുറേയൊക്കെ അങ്ങ് കുറയ്ക്കാൻ സാധിക്കും. അതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം 2 രീതിയിൽ ഞാൻ പറഞ്ഞു അല്ലേ? ട്യൂബ് HSG പറഞ്ഞു, SSG പറഞ്ഞു, സോണോസാൽപിഞ്ചോഗ്രാം. 3ാമത്തെ ടെസ്റ്റാണ് HSGയേക്കാൾ ആക്യുറസി ഉണ്ടോ അതാണ് HSGക്ക് കുറെ ഫോൾസ് പോസിറ്റീവും ഫോൾസ് നെഗറ്റീവും ഒക്കെ HSGക്ക് ഉണ്ട്. എന്താണ് HSGയിൽ ചിലപ്പം ആ ഒരു പെയിൻ കാരണം, അത് ചെയ്യുന്ന സമയത്തുള്ള പെയിൻ കാരണം ട്യൂബിൻ്റെ അവിടെ ചുരുങ്ങുകയും അങ്ങോട്ട് ഡൈ പോവാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും. അതിനെയാണ് കോർണൽ സ്പാസം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ എന്തുവാ, 2 ട്യൂബും ബ്ലോക്കാ. ചിലപ്പോൾ യഥാർത്ഥത്തിൽ ബ്ലോക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ വെറും HSG വെച്ച് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളത് ചിലപ്പോൾ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. ലാപ്രോസ്കോപ്പിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ട്യൂബിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്രോസ്കോപ്പിയാണ്. നമ്മൾ കണ്ണുകൊണ്ട് തന്നെ കാണുക ചെയ്യുന്നത്. SSG ആവുമ്പം അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാം. നമുക്ക് ആ സൈഡിലും ഇങ്ങനെ വെള്ളം വീഴുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ട്യൂബിന് ബ്ലോക്ക് ഇല്ലെങ്കിൽ വെള്ളം വീഴത്തില്ലല്ലോ. മനസ്സിലായില്ലേ? ഓക്കെ, ആക്യുറസി. അപ്പൊ ലൂബീനയ്ക്ക് അതിൻ്റെ ഇത് മനസ്സിലായില്ലേ? അപ്പം SSGയും ആക്യുറേറ്റ് തന്നെയാണ്. IVFന് മുന്നേ ട്യൂബ് ടെസ്റ്റ് കാണുമോ? എല്ലാ പേഷ്യൻസിനും IVFന് മുന്നേ അത് അശ്വതി ചോദിച്ചാൽ എല്ലാ ടെസ്റ്റിന് മുന്നേ നമ്മൾക്ക് ട്യൂബ് ടെസ്റ്റ്, എല്ലാ IVFന് മുന്നേ ട്യൂബ് ടെസ്റ്റ് ആണോ? ഇല്ല. നമ്മൾ ട്യൂബ് ടെസ്റ്റ് IVFന് മുന്നേ എപ്പോഴാണ് ചെയ്യുന്നത്? കാരണം ട്യൂബ് IVF ചെയ്യാൻ വേണ്ടി ആവശ്യമില്ല. നമ്മൾ IVFന് മുന്നേ ചെയ്യുന്ന, നമ്മൾ എഗ്ഗൊക്കെ എടുത്ത ശേഷം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ട്യൂബിൽ എന്തെങ്കിലും വെള്ളക്കെട്ട് വല്ലതും ഉണ്ടെന്ന് സ്കാനിങ്ങിൽ തെളിഞ്ഞു. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് നമ്മൾ ട്യൂബ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ വെള്ളക്കെട്ട് വല്ലതും ഉണ്ടോ എന്ന് ഉറപ്പിക്കുന്നതും പിന്നെ ലാപ്രോസ്കോപ്പി വഴി അത് കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്നതും. അപ്പൊ അത് എല്ലാ പേഷ്യൻസിനും ഉള്ള കാര്യം അല്ല. അപ്പം സാധാരണ IVF ചെയ്യാൻ വേണ്ടി ട്യൂബ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്ന 1 HSG പറഞ്ഞു, 2 സോണോസാൽപിഞ്ചോഗ്രാം പറഞ്ഞു, 3 ലാപ്രോസ്കോപ്പി പറഞ്ഞു. ഇത് 3ഉമാണ് നമ്മുടെ ട്യൂബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞത് HSGയിൽ ട്യൂബ് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് 100% ബ്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് വെച്ച് മാത്രം IVF ചെയ്യണം എന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാം. പക്ഷെ കോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിനെക്കാട്ടി ലാഭമാണ് നേരെ ട്യൂബ് ടെസ്റ്റിലോട്ട് പോകുന്നത്. ശരി, അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് SSGയെ കുറിച്ചും ട്യൂബിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാതെ, ജനറൽ സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് 6 മണി പേഷ്യന്റ് തീർന്നില്ല. എപ്പോഴാണ് തീർന്നത്? ശരിക്കും ടയർഡാണ് ഞാൻ. ബിജി, ഹായ് ബിജി സാർ. അപ്പോൾ HSG ചെയ്ത് ട്യൂബ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ കൺഫേം ചെയ്യാനാണോ SSG ഒക്കെ ചെയ്യുന്നത്? അല്ലല്ല, HSGക്ക് പകരം ചെയ്യുന്നതാണ് SSG. മനസ്സിലായില്ലേ? അപ്പൊ HSGയിൽ പെയിൻ ഉള്ളത് കൊണ്ട് പെയിൻ കുറവുള്ള ഒരു ടെസ്റ്റാണ് SSG. സ്കാനിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അതാണ് SSGയുടെ മെച്ചം എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ HSG ചെയ്യുന്നതിന് വരെ SSG ചെയ്യാം. പക്ഷെ അത് പല സ്ഥലത്തും ഇല്ല. HSG എനിക്കൊന്ന് കൊല്ലം ജില്ലയിൽ തന്നെ ചെയ്യുന്നത് ഒരിടത്തും ഇല്ലെന്ന് തോന്നുന്നു.
അപ്പം വളരെ കുറച്ച് സ്ഥലങ്ങളിൽ SST ചെയ്യുന്നുള്ളൂ. കാരണം അതിനൊരു ഡോക്ടർ ഇരിക്കണം, ഇത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ആ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് SST എവിടെയും ചെയ്യാത്തത്. ലാപ്രോസ്കോപ്പി ലേറ്റ് ഇപ്പം നമ്മളിപ്പം ട്യൂബൽ കാര്യത്തിന് വേണ്ടി ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോ ലാപ്പ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 40-50,000 പൊതുവെ എല്ലാത്തിനും ചാർജ് ചെയ്യുന്നത്. അതിനെക്കാട്ടി കുറച്ച് ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. 25,000 ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും പൊതുവെ ഞാനൊരു 40,000 പൊതുവെ എല്ലായിടത്തും കാണുന്നത്. ഓരോ സർജറിക്കും മാറും. അതേസമയം നമ്മൾ കുറെ എൻഡോമെട്രിയോസിന്റെ വലിയ സർജറി ആകുമ്പോൾ ഇതേ ലാപ്രോസ്കോപ്പിക്ക് 1.5 ലക്ഷം 2 ലക്ഷം രൂപയാവും. അപ്പം എന്തിനാണോ ചെയ്യുന്നത്, നമ്മൾ ചെറിയ ഡയഗ്നോസ്റ്റിക് ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ നോക്കാനുള്ള ലാപ്രോസ്കോപ്പി ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 35-40 ആ റേഞ്ചിലൊക്കെ നിൽക്കുമായിരിക്കും. HSTക്ക് സാധാരണ 3000, 2500, 3000, 3500 ആ റേറ്റ് ഒക്കെ ഓരോ സ്ഥലങ്ങളിലും വരും. SSTക്ക് ഞാനിവിടെ ഇപ്പൊ എത്ര മേടിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചില്ല. കാരണം ആ ഡൈയുടെ വിലയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു HSTയെക്കാട്ടി കുറവായിരിക്കും. എന്തായാലും 2000-2500 ആയിരിക്കും SSTയും വരുന്നത്. അതിന് പറഞ്ഞല്ലോ 2500. അത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോടെ? IVF ചെയ്യുമ്പോൾ ട്രിഗർ കൊടുത്തു ഫോളിക്കിൾ ബ്രേക്ക് ആവുന്നതിന് മുന്നേ ആണോ? യെസ്, എക്സാക്ട്ലി. നമ്മൾ ട്രിഗർ കൊടുക്കും ഒരു 36-37 ഫോളിക്കിൾ ബ്രേക്ക് ആവുന്നതിന് തൊട്ട് മുന്നേ. ഊസൈറ്റ് മെച്ചുറേഷൻ ആവുമ്പോൾ, ഊസൈറ്റ് മെച്ചുർ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ പുറത്തെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി സംശയം വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ചെറിയ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. സാർ, എനിക്ക് 3 ഫോളിക്കുലാർ സ്റ്റഡി കഴിഞ്ഞു, ഇതുവരെ ഒന്നും ആയില്ല സാർ. ഇനി ട്യൂബ് ടെസ്റ്റ് ചെയ്യണോ അതോ IUI ചെയ്യണം? സാർ, ഇത് തന്നെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് ട്യൂബൽ ഫാക്ടർ, റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ട്യൂബിന് ബ്ലോക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറയും ഒരു IUI ചെയ്യാൻ പറയും. എന്നിട്ട് ഞാൻ പറയും ആയില്ലെങ്കിൽ ട്യൂബ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. പിന്നെ ഈ 3 ഫോളിക്കുലർ സ്റ്റഡി എന്നെയാണ് കാണിക്കുന്നത്, പക്ഷെ പല സ്ഥലങ്ങളിൽ ഞാൻ ഇല്ലാത്ത പോലെയാണ് ചെയ്യുന്നത്. ഞാൻ പറയാം ഒരു സ്റ്റഡി കൊണ്ട് ഞാൻ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ചെയ്യുമ്പം എനിക്ക് കറക്റ്റ് ഫോളിക്കിൾ വളരുന്ന എനിക്കറിയാൻ പറ്റും. എനിക്ക് ഭയങ്കര ഡിഫറൻസ് ആണ്. ഡോപ്ലർ ഉപയോഗിക്കാൻ പറ്റും. ഡോപ്ലർ ബേസിൽ എപ്പം കറക്റ്റായിട്ട് ട്രിഗർ കൊടുക്കണമെന്ന് അറിയാൻ പറ്റും. ഡെഫിനറ്റ്ലി ഒരു 5-10% മെച്ചം ഞാൻ ചെയ്യുമ്പോൾ, എൻ്റെ പേഷ്യൻസിന് ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേഷ്യൻസ് ഞാൻ IVF പറഞ്ഞ കുറെ പേഷ്യൻസിന് 1 മാസം കൂടെ നോക്കിയിട്ട് പോവാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ, ഈ മാസം 22 പ്രതീക്ഷയിൽ കാണും. 22 കാണേണ്ട ദിവസമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ഞാൻ രാജഗിരി പോകുന്നത്. ഇനി അടുത്ത നാളെ മുതൽ 3 ദിവസം ഡൽഹിയിൽ ആ കോൺഫറൻസിന് പോകുന്നുണ്ട്. സാർ, ഫസ്റ്റ് പ്രഗ്നൻസി അബോർഷൻ കഴിഞ്ഞാലും ട്യൂബ് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമോ? ചിലവർക്ക് 2-3 അബോർഷൻ കഴിഞ്ഞവർക്ക് വരെ ട്യൂബൽ ബ്ലോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ അബോർഷന്റെ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചതാവാം. അപ്പം ഒന്ന് ഫെർദർ വലിയ റിപ്പീറ്റഡ് IUIയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഒന്ന് ട്യൂബ് നോക്കിയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഇത് കഴിഞ്ഞു IUI കഴിഞ്ഞു, എത്ര ഡേ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യേണ്ടത്? ഒരു 14th ഡേ ഒക്കെ ആകുമ്പം ടെസ്റ്റ് ചെയ്യാം. ഒരു 12-14 days. സാർ, SSTയുടെ ഞാൻ അത് പറഞ്ഞില്ല ജിയെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2000-2500 റേഞ്ചിലായിരിക്കും എന്നാണ്. ഞാൻ ഇതിന്റെ പുഷ് ചെയ്യുന്ന സാധനത്തിന് എത്ര കോസ്റ്റ് എന്നൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കണം, എന്നാലേ എനിക്കത് പറയാൻ പറ്റും. അപ്പൊ സരിത, അപ്പം നമുക്ക് നോക്കാടെ. ഞാൻ പറഞ്ഞ 1 മാസം കൂടെ വേണമെങ്കിൽ എന്നെ കാണിച്ചിട്ടൊന്ന് ഫോളിക്കുലാർ സ്റ്റഡി ചെയ്തിട്ട് പിന്നെ ഒരു IUIയും കൂടെ കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ ട്യൂബൽ ഫാക്ടർ, ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു IUIയും കൂടെ കഴിഞ്ഞിട്ട് ട്യൂബ് ടെസ്റ്റ് ചെയ്താലും മതി. HSC ടെസ്റ്റിൽ ട്യൂബ് വഴി ഇഞ്ചക്ട് ചെയ്യുന്നത് എന്താ, വാട്ടർ ആണോ? അല്ല, ഒരു ഡൈ ആടേ. അതിനൊരു ഡൈ പേരുണ്ട്. വാട്ടർ അല്ല, ഡൈയുടെ പേര് ഞാൻ മറന്നുപോയി. കാരിയോടൈപ്പിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളത് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഞാൻ ഇപ്പൊ എൻ്റെ ഒരു കൊട്ടേഷൻ ഇപ്പോൾ ഒരാൾ കൊണ്ടുവച്ചതേ ഉള്ളൂ. സാമ്പത്തികം അല്ലേ മക്കളെ, സാമ്പത്തികം പാപ്പനാണ് ഇപ്പോൾ. അപ്പോൾ അതെല്ലാം അപ്പം പയ്യെ എനിക്ക് സ്വന്തമായിട്ട് ലാബ് ഉടനെ നമ്മൾ തുടങ്ങും. എനിക്കൊരു 3 മാസത്തിനുള്ളിൽ നമ്മൾ തുടങ്ങുമായിരിക്കും. എല്ലാം ശരിയാവും. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെയുള്ളൂ, നിങ്ങൾക്ക് അല്ലാതെ ഡൗട്ടുകളൊന്നുമില്ല നിങ്ങളെ കുറിച്ച്?
പിന്നെ അന്ന് നമ്മുടെ ഉദ്ഘാടനത്തിന് വന്ന എല്ലാവർക്കും നന്ദി. മനസ്സുകൊണ്ട് വന്ന് ആശംസ അർപ്പിച്ച എല്ലാവർക്കും നന്ദി. ഇനി കുറച്ചും കൂടെ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ പറ്റുമെന്ന് അറിഞ്ഞൂടാ, സമയത്തിന്റെ ഒരു പ്രശ്നം. പിന്നെ സുഖമായിരിക്കുന്നു, ക്ഷീണമുണ്ട്. ഈ ഒരു കാര്യം തുടങ്ങുമ്പോൾ അങ്ങനെയല്ലേ, നമ്മളൊരു വീട് അല്ലെ ഒരു പാല് കാച്ചി കയറുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരിക്കും. അതേ അവസ്ഥ തന്നെയാണ് എൻ്റെ. ഡോക്ടർ എന്നാണ് IVF എല്ലാ IVF നമ്മളിപ്പം എല്ലാം കുറെ പേർക്ക് ട്രിഗർ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ 8-9 പേർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. Day 5 Day 6 ഒക്കെ ആയി. മെഡിസിറ്റി തന്നെ പോയി എടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പം അടുത്ത് തന്നെയാണല്ലോ, വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ ഒരു 1.5 വർഷം കഴിയോടെ IVF സ്റ്റാർട്ട് ചെയ്യാൻ. നല്ല എക്സ്പെൻസ് ആവും, നമ്മൾ ഈ പറയുന്ന പോലല്ല. ഓൾമോസ്റ്റ് ഒരു 3-4 CR ഒക്കെ, 3 കോടിയൊക്കെ ആവും നമ്മൾ നല്ല IVF സെന്റർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. നമ്മൾ തുടങ്ങുമ്പോൾ നല്ലത് തുടങ്ങട്ടെ. ഞാൻ IVF സെന്ററിൽ വന്നിട്ട് എനിക്ക് ഇത്രയും മുടക്കി ആരും IVF സെന്റർ ചെയ്ത് കാണില്ല. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഹ്യൂമൻ സ്കാൻ മെഷീൻ വരെ മേടിച്ചത്. IVF ചെയ്യും, ഞാനത് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നല്ലോ. IVF നമ്മളൊരു 1 വീക്കിനുള്ളിൽ IVF സ്റ്റാർട്ട് ചെയ്യും, എല്ലാം റെഡിയാണ്. SST ചെയ്ത് ട്യൂബുലാർ ബ്ലോക്ക് കണ്ടെത്തിയാൽ അത് ഉറപ്പിക്കാൻ പറ്റുമോ? ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ലാപ്രോസ്കോപ്പി തന്നെയാണ്. പക്ഷെ ലാപ്രോസ്കോപ്പി ഇത്ര എമൗണ്ട് മുടക്കുന്നതിനെക്കാട്ടി അല്ലാതെ ഞാൻ പിന്നെ പറയും IVF-ലോട്ട് പോകാൻ പറയും. നല്ല ക്ഷീണമുണ്ട്, എക്സാക്ട്ലി, നല്ല ക്ഷീണമുണ്ട്. ഡൗട്ടൊക്കെ സാറിനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, സാർ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ ഓക്കെ, പ്ലീസ് വീഡിയോ എങ്കിലും ഒഴിവാക്കുക. ഞാൻ വീഡിയോ ഒഴിവാക്കത്തില്ലേ. എനിക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമല്ലേ വീഡിയോ. അടുത്ത ആഴ്ച ആണ് അത്രയും രൂപയാവും. AMH ടെസ്റ്റ് ചെയ്തിട്ടില്ല, അത് നമുക്ക് ചെയ്യണം. ഇവിടെ 3 മാസം വയസ്സ് സരിത AMH ടെസ്റ്റ് ചെയ്യണം. അയാൾ നീ എന്നെ കാണാൻ വരുമോ? പിന്നീട് 2-3 വന്നാൽ മതി. അപ്പൊ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് AMH ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അടുത്ത മാസം. എനിക്ക് അറിയൊന്നുമില്ല, നിനക്ക് അറിയാം. ഭയം തീരെയില്ല എല്ലാം. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ വേറെ കള്ളത്തിലൊന്നും അല്ലല്ലോ കാണിക്കുന്നത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ ഹാപ്പൻ, അതിൽ കുഴപ്പമൊന്നുമില്ല. നല്ല ക്ഷീണമുണ്ട്, ശരിക്കും നല്ല ക്ഷീണമുണ്ട്. കണ്ണൊക്കെ ഒരു മാതിരിയായി. ഞാൻ തന്നെയാണ് IVF ചെയ്യുന്നത്, മെഡിസിറ്റി. ഞാൻ അവിടെ കൺസൾട്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. കാരണം ഒന്നാമത് ഈ IVF പോസിറ്റീവ് ഒക്കെ എന്നെ കാണിക്കുമ്പോഴേ കുറച്ചും കൂടെ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി അല്ലേ, നമ്മൾ അത് എപ്പോഴും ഏറ്റവും സൗകര്യമുള്ള ഒരു സ്ഥലത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് മനസ്സിലായില്ലേ. അപ്പം അതൊരു ചിലപ്പോൾ മാസം തികയാതെ പ്രസവിക്കും, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പം അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് സെന്ററിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അത് തന്നെയാണ് ഞാൻ പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. ഈ 2 കാരണങ്ങളാണ് ഞാൻ മെഡിസിറ്റി ചൂസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, താങ്ക് യു അനു. എടാ അപ്പം അടുത്ത ആഴ്ചത്തെ ഇതും കൂടെ പറ, ഒരു ടോപ്പിക്കും കൂടെ പറ. സെക്ഷൽ മെഡിസിനുമായിട്ട് എന്തെങ്കിലും ആക്കിയാലോ? സെക്സോളജി, സെക്ഷൽ മെഡിസിൻ ഡൗട്ട്സ്, അങ്ങനെ ആക്കിയാലോ? സെക്ഷൽ മെഡിസിനുമായിട്ട് ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഞാനിപ്പോ നാളെ പോകുന്ന കോൺഫറൻസും സെക്ഷൽ മെഡിസിന്റെ കോൺഫറൻസ് തന്നെ. ഡൗട്ട്സ് ഇൻ സെക്സോളജി. ഓക്കെ, അങ്ങനെ ചെയ്യട്ടെ. അതോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പറയോ. β-HCG നോർമൽ എത്ര വേണമെന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ ദ പീരീഡ് ഓഫ് ജെസ്റ്റേഷൻ. എത്ര പ്രഗ്നന്റ് ആയതനുസരിച്ചാണ് ഇത് വരുന്നത്. നാളെ രാവിലെ ഒന്ന് തന്നെ, സാധാരണ നോർമൽ 9 മണിയൊക്കെ. നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ക്രാഫ്റ്റിൽ തന്നെ ഉണ്ടോ? ലേഡി സൂപ്പർ സ്റ്റാർ ക്രാഫ്റ്റിൽ തന്നെയാണ്. 6 മാസം കൂടെ ഉണ്ട് പ്രിയാതി. അത് മതി സാർ. അപ്പം ഓക്കെ സാർ, അപ്പൊ അത് മതി. സെക്ഷൽ മെഡിസിൻ്റെ മോക്കിറ്റി എന്താണെന്നൊന്ന് പറയാമോ? ഓക്കെ, മോക്കിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ ട്രാൻസ്ഫറിന് മുന്നേ എന്ന് പറഞ്ഞാൽ എംബ്രിയോ നമ്മൾ അകത്തോട്ട് ഇടുന്ന ആ പ്രോസസ്സിന് മുന്നേ നമ്മളൊരു വേറെ അതേപോലെ ഒരു ട്യൂബ് വെച്ച് നമ്മൾ ഇതൊന്ന് കടത്തി നോക്കും, പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനെയാണ് മോക്കിറ്റി എന്ന് പറയുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു സാധാ പ്രൊസീജിയറാണ്. ഓക്കെ സാർ, എനിക്ക് പീരീഡ് റെഗുലറായി നടക്കുന്നു, ബട്ട് പ്രഗ്നൻസി കിട്ടുന്നില്ല, എന്തായിരിക്കും? കുറെ കാര്യങ്ങളുണ്ട്. നമുക്കത് യൂട്രസിൽ പ്രശ്നങ്ങളുണ്ടോ നോക്കണം, ട്യൂബിന് പ്രശ്നങ്ങളുണ്ടോ നോക്കണം, ഓവുലേഷൻ ഓവറിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഓവുലേഷൻ നടക്കുന്നുണ്ടായിരിക്കും റെഗുലർ. ഇതിനെക്കാട്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെമിനൽ പാരാമീറ്റേഴ്സ് നോർമൽ ആണോ, നല്ല സ്ഥലത്താണോ, നല്ല സെൻട്രലാണോ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾ പ്രഗ്നൻ്റ് ആവാൻ.
പീരീഡിന്റെ ഡേ 2 day 3 നോക്കി വന്നാൽ മതി സാർ. സാർ കൊട്ടിയത്ത് എവിടെയാണ് ഈ ക്ലിനിക്ക് വരുന്നത്? നമ്മുടെ ആദിച്ചനല്ലൂരുടെ നമ്മുടെ ഇത്തിക്കര പാലം ഇല്ലേ, പാലം കയറുന്നതിന് മുന്നേ ഇടത് സൈഡിലോട്ടുള്ള റോഡ് ഉണ്ടല്ലോ, ആ റോഡ് ഒരു 2 കിലോമീറ്റർ വരുമ്പോൾ ഇടത് സൈഡിൽ. ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ബ്ലോക്ക് മാറ്റാൻ കഴിയുമോ ഡോക്ടർ? IVF അല്ലാതെ ബ്ലോക്കിന് മറ്റു ഓപ്ഷൻസ് ഉണ്ട്. ബ്ലോക്ക് എവിടെയാണ് ബ്ലോക്ക് എന്നനുസരിച്ചാണ്. ഡിസ്റ്റൽ ബ്ലോക്ക്, ട്യൂബിന്റെ അവസാന ഭാഗത്തുള്ള ബ്ലോക്ക് ആണെങ്കിൽ പാടാം. ആദ്യ ഭാഗത്തുള്ള ബ്ലോക്ക് ആണെങ്കിൽ നമുക്കത് ലാപ്രോസ്കോപ്പി വഴി അല്ലെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി വഴിയൊക്കെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ അത് തീരെ ഒന്ന് ആലോചിച്ച് നോക്കണം. തീരെ ഒരു ചെറിയ ഹോളിലാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അവിടെ വീണ്ടും ഒരു എക്ടോപിക് അല്ലെങ്കിൽ വീണ്ടും ഒരു ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലല്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ട്യൂബിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലും IVF അങ്ങ് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം അതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പോട്ടെ ഗൈസ്. പിന്നെ അടുത്ത ആഴ്ച സെക്ഷൽ മെഡിസിൻ്റെ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഫ്രഷ് ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് നൈറ്റ് ഓൾ. ഇതിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. ഓക്കെ ബൈ. വന്ന് ഈ ഓഡ് സമയത്തും സമയം തെറ്റി വന്നിട്ട് നിങ്ങൾ ഇത്രയും പേര് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച്. ബൈ, ഗുഡ് നൈറ്റ്.